വലിയ മനുഷ്യസ്നേഹിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ഗുരുവാണ്, പ്രവൃത്തിയിലൂടെ അദ്ദേഹം വഴികാട്ടിയായി. ഉമ്മൻചാണ്ടിക്കെതിരെ നടന്നത് ക്രിമിനൽ ആക്രമണമാണ്. ആ സമയത്ത് പോലും അദ്ദേഹം ആരെയും കുറ്റം പറഞ്ഞില്ലെന്നും രാഹുൽ പറഞ്ഞു. In my 21 years of political life, one of the masters of politics of feeling was Oommen Chandy ji. കാരണം എൻ്റെ 21 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇത്രയധികം അഗ്രഗണ്യനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ജി തന്നെയായിരുന്നു. I literally saw him, and maybe a lot of people in Kerala will not understand this because they did not see him from inside. I literally saw him kill himself for the people of Kerala. കാരണം ഒരുപക്ഷെ കേരളത്തിലെ പകുതി ആളുകൾ അത് അകത്തു നിന്ന് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാക്കിയതെന്ന് അകത്തു നിന്ന് കണ്ട ആളാണ് ഞാൻ. And I remember when I came on, I think it was the Bharat Jodo Yatra, and everybody had said, the doctors had told me, everybody had said Oommen Chandy cannot walk in the yatra. ഞാൻ ഓർക്കുകയാണ്, ഭാരത് ജോഡോയുടെ സമയത്ത്, ഭാരത് ജോഡോ യാത്ര സമയത്ത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഡോക്ടേഴ്സും പറഞ്ഞു, ഉമ്മൻചാണ്ടിജിക്ക് ഭാരത് ജോഡോ യാത്രയുടെ കൂടെ നടക്കാൻ അദ്ദേഹം നടക്കരുതെന്ന് തന്നെ പറഞ്ഞു. And I went to tell him, I said, listen, you cannot walk. ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, ശ്രദ്ധിക്ക്, താങ്കൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. And he refused. പക്ഷെ അദ്ദേഹം അത് കേട്ടില്ല. He said, I am going to walk. അദ്ദേഹം പറഞ്ഞു, ഞാൻ നടക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. And then I had to force him only to walk a limited amount. അന്നേരം ആ സമയത്ത് എനിക്ക് അദ്ദേഹത്തെ നിർബന്ധിക്കേണ്ടി വന്നു, കുറച്ചു ദൂരം മാത്രം നടന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എനിക്ക് നിർബന്ധിക്കേണ്ടി വന്നു. And you will not believe it, we had to literally forcibly take him into the car. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, അദ്ദേഹത്തെ നിർബന്ധിച്ചാണ് തിരിച്ച് അദ്ദേഹത്തെ ഞങ്ങൾ കാറിലേക്ക് കയറ്റിയത്. This does not happen because you speak well or because you think well. This only happens when you feel for the people who you are working with. ഇത് നിങ്ങൾ നന്നായി സംസാരിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത് നിങ്ങൾ നന്നായി ചിന്തിച്ചാൽ ഇത് സംഭവിക്കുന്ന കാര്യമല്ല. ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു, ആ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉള്ളപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണിത്. And for me, Oommen Chandy ji is not just a individual. He's an expression of Kerala politics. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഉമ്മൻചാണ്ടിജി എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. And Kerala, now I've seen the politics of Kerala. Kerala has a tradition of this type of person. ഇപ്പോ ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട്. കേരളത്തിന് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു പാരമ്പര്യം തന്നെയുണ്ട്. And my aspiration is to develop more and more people like Mr. Oommen Chandy. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ജിയെ പോലെയുള്ള ഒരുപാട് ആളുകളെ വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് എന്റെ ആഗ്രഹം. Also, I came into contact with Oommen Chandy ji early on in my career. എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉമ്മൻചാണ്ടി ജിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായി. And I must say, I learned a lot from him. ഞാൻ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞേ പറ്റൂ, അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. He got the most brutal, unfair political attack on him. അദ്ദേഹം ഒട്ടും ന്യായമില്ലാത്ത വളരെ ക്രൂരമായ ഒരു രാഷ്ട്രീയ ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത്. I would say criminal attack on him. ഞാൻ പറയുന്നത് ക്രിമിനൽ കുറ്റകരമായ രീതിയിലുള്ള ആക്രമണമാണ് അദ്ദേഹം നേരിട്ടത്. Lies, non-stop lies were told about him. ഒരു നിർത്താത്ത നുണകളാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. And I used to talk to him on the phone in those days. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. I never heard him speak angrily about anybody ever. ആ സമയത്ത് പോലും ഒരിക്കൽ പോലും മറ്റൊരാളെ കുറിച്ച് അദ്ദേഹം ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേയില്ല. Always balanced, always humble,
always working in the interest of people of Kerala. എല്ലായ്പ്പോഴും മനസ്സൊരു സമതുലിതാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് എല്ലായ്പ്പോഴും വിനയാന്വിതനായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം.